വെൽക്കം ബാക്ക് ഷെഫ് ലിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് വന്നിരിക്കുന്ന വെറൈറ്റി ഒരു റെസിപ്പിയുമാണ്. നമ്മുടെ റെസിപ്പിയുടെ പേരാണ് മീൻ ചെറുള്ളി മസാല. അപ്പോൾ നമ്മൾ വെറൈറ്റി ഇനം ഫിഷുകൾ കഴിച്ചിട്ടുണ്ട്. നമ്മളല്ലേ ചില്ലി ഫിഷ് കഴിച്ചിട്ടുണ്ട്, ഫിഷ് പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ കഴിച്ചിട്ടുണ്ട്, മീൻ പീര കഴിച്ചിട്ടുണ്ട്. അപ്പം അനവധി മീനിൻ്റെ വെറൈറ്റി ഐറ്റങ്ങൾ കഴിച്ചു. പക്ഷേ ഈ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഇത് കിഡിലിനൊരു വെറൈറ്റി ഐറ്റമാണ്. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായൊരു ഐറ്റമാണ്. ഇത് മത്തി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ നമ്മൾ വാഗ വരാൽ വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെറൈറ്റി ഒരു മസാലയാണ് കൂട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നേരെ വീഡിയോ കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഫിഷ് ചെറുള്ളി മസാലയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ നല്ല 2 ഫിഷ് എടുക്കുക. അപ്പോൾ ഏത് ഫിഷ് ആയാലും നല്ലതാണ്. മത്തിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ നല്ല വാഗവരാലാണ്. വാഗവരാലിനെയാണ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഫിഷിന് ഇതുപോലെ നല്ല വരകളൊക്കെ ഇട്ട് മസാല പിടിക്കാൻ വേണ്ടിയുള്ള വരകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അധികം ഫിഷ് വലിയ ഫിഷാകാതെ ഈ മീഡിയം ടൈപ്പുള്ള ഫിഷാണ് ഏറ്റവും നല്ലതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഫിഷിലേക്ക് നമുക്ക് അടുത്ത മസാല ചേർക്കണം. ആദ്യം അതിലേക്ക് നമ്മൾ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും നമ്മുടെ മസാലയിലേക്ക്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം അടുത്ത നമ്മുടെ ഫിഷിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെച്ചാൽ വിനീഗർ. അല്പം വിനീഗറും കൂടെ ചേർത്ത് അതിനുശേഷം അല്പം ഓയിലും കൂടെ ചേർത്ത് നമ്മുടെ ഫിഷ് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ മസാലയുടെ അളവൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി മസാല അളവൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. ഓയിലും കൂടെ ഒഴിച്ച് നമ്മുടെ ഫിഷ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് മാരിനേഷൻ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇങ്ങനെ 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് നല്ലപോലെ മസാലയൊക്കെ പിടിക്കും, നല്ല സെറ്റാകും. അപ്പോൾ നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും, മസാല ഒന്നും വിട്ടു പോകത്തില്ല. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് നമ്മുടെ ഫിഷ് ഒന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ചെറുള്ളി മസാലയും മാരിനേഷൻ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ചെറുള്ളി മസാല ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്കിതുപോലെ ചെറുള്ളി അല്ലെങ്കിൽ ചെറുള്ളി ഇല്ലാത്തൊരു സബോള എടുത്താൽ മതി. അപ്പോൾ ഒരു 4 സബോള ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് ആ ചോപ്പ് ചെയ്ത് വെച്ച് സബോളയിലേക്ക് നമ്മൾ അടുത്ത മസാല ഇട്ട് നമുക്കത് മാരിനേഷൻ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ അല്പം മുളക് പൊടി, അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി, അല്പം ബ്ലാക്ക് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, വിനീഗർ, ഓയിൽ, ഇതെല്ലാം ചേർത്ത് നമ്മുടെ സബോളയും നല്ല പോലെ ഒന്ന് മാരിനേഷൻ ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. അപ്പം സബോള വെച്ച് വെക്കുന്നതിനേക്കാൾ നല്ല ബെറ്റർ, ഏറ്റവും നല്ല ടേസ്റ്റും ചെറുള്ളിയാണ്. ചെറുള്ളി ഇല്ലാത്തൊരു സബോള യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ മസാലകളെല്ലാം നമ്മുടെ സബോളയിലേക്ക് ഇട്ട ശേഷം നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഇതും ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ലതുപോലെ അത് ടേസ്റ്റ് ആകാൻ വേണ്ടി നല്ലപോലെ പിടിച്ച് സെറ്റായിരിക്കും. അപ്പോൾ നമ്മളൊരു 30 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പാനെടുത്ത് വെച്ച് പാനിലേക്ക് പൊട്ടിക്ക് ഓയിലൊഴിച്ച് നമ്മുടെ ഫിഷ് അതിലേക്ക് ഇട്ടുന്ന ഗ്രില്ല് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഫിഷ് നമുക്ക് ഓയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പില ഒന്ന് വാടി വരുമ്പം നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഫിഷ് എടുത്ത് നമുക്ക് നേരെ നമ്മുടെ പാനിലേക്കിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ച് ഗ്രില്ല് ചെയ്യുക. പീസൊന്ന് അടന്നു പോകാതെ നല്ലപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് ഒരു സൈഡ് നല്ലപോലെ സെറ്റായി വരുന്നുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ച കാരണം നമ്മുടെ ഫിഷ് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഫിഷിൻ്റെ അകത്തൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നല്ലപോലെ അത് ഐസായിട്ട് സെറ്റായിട്ട് നമ്മുടെ മസാല ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫിഷ് ഒന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം വെന്ത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അപ്പുറ സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടി ഗ്രില്ല് ചെയ്യാൻ വേണ്ടി
ഇതുപോലെ മറിച്ചിട്ട് അപ്പുറ സൈഡും വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സൈഡ് നല്ലപോലെ സെറ്റായിട്ടുണ്ട്, നല്ല ബ്രൗണിഷ് കളറായി നല്ല കിടുക്കനായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് അപ്പുറ സൈഡും കൊണ്ട് നല്ലപോലെ ഒന്ന് വെന്ത് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് ഇപ്പോൾ 2 സൈഡും വെന്ത് ഗ്രില്ലായി നല്ല സെറ്റായിട്ടുണ്ട് ഫിഷ്. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ ഫിഷിനെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ 2 ഫിഷിനെ എടുത്ത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുന്നു. അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെറുള്ളി മസാല തയ്യാറാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഫിഷ് വറുത്ത അതേ പാനിലേക്ക് തന്നെ അല്പം ജിഞ്ചറും ഗാർലിക്കും അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി ഇതൊക്കെ സോട്ടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മസാല അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒരു 10-15 മിനിറ്റ് നല്ലപോലെ സോട്ട് ചെയ്ത് നമ്മുടെ സവോള വാടി വരുന്ന വരെ നല്ലപോലെ വഴറ്റുക. അപ്പോൾ നമ്മൾ പലതരം ഫിഷ് കഴിച്ചിട്ടുണ്ട്. ഫിഷ് പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ട്, മീൻ വറുത്തത് കഴിച്ചിട്ടുണ്ട്, ചില്ലി ഫിഷ് കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഫിഷിന് വെറൈറ്റി ഐറ്റങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കിടക്കുന്ന ഒരു മസാലക്കൂട്ടാണിത്, ഫിഷ് ചെറുള്ളി ഫ്രൈ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കിട്ടലിനായിട്ടായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ സബോള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്ത് അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊന്ന് വലിഞ്ഞ് പാലൊന്ന് വറ്റുന്ന വരെ നല്ലപോലെ ഒന്ന് പുരട്ടി നമ്മുടെ മസാല ഒന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഗ്രില്ല് ചെയ്ത് വെച്ചേക്ക് നമ്മുടെ ഫിഷ് മീൻ മസാലയിലേക്ക് ചേർത്ത് വെച്ച് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ സൈഡിലുള്ള മസാലയിലെല്ലാം ഫിഷിൻ്റെ പൊക്കത്ത് വെച്ച് നല്ലപോലെ പൊതിഞ്ഞ് നല്ല സെറ്റായിട്ട് ഒന്ന് വെക്കുക. നമ്മുടെ ഫിഷ് ഇപ്പോൾ നല്ലപോലെ ഫിഷും നമ്മുടെ മസാലയും കൂടെ ആവിയിലിരുന്നുണ്ടല്ലോ, നല്ലപോലെ വെന്തിട്ട് നല്ല കിട്ടില്ല സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവസാനമായി നമ്മളത് ചെയ്യാൻ പോകുന്നത് അവസാനത്തെ മസാല കൂട്ടെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ ഫിഷിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ തേങ്ങാപ്പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ച് നല്ലപോലെ വറ്റി നമ്മുടെ ഫിഷിലും മസാലയിലും ഇടിക്കുന്ന വരെ നമ്മൾ തേങ്ങാപ്പാൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരു തേങ്ങ എടുത്ത പാലാണ്, ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടി അത് പിഴിഞ്ഞെടുത്ത പാലാണ് അപ്പോൾ കിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒറിജിനൽ തേങ്ങാപ്പാൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, അല്ലാതെ പൊടികളൊന്നും കലക്കാതെ നോക്കുക. പക്ക ഒറിജിനൽ പാൽ ചെയ്യുവാണെങ്കിൽ പക്ക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൽ നമ്മുടെ ഏകദേശം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫിഷിലും നമ്മുടെ മസാലയിലും തേങ്ങാപ്പാൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫിഷ് മസാല പൊതിഞ്ഞ് അതുപോലെ തന്നെ ഒന്ന് വെച്ചേക്കാം. അപ്പോൾ അതിനകത്ത് ചൂടൊന്നും പോകത്തില്ല, നമ്മുടെ ആവിയിലിരുന്ന് ജസ്റ്റ് ഒന്നും കൂടെ അത് വെന്ത് ഇരിക്കട്ടെ. അതിനുശേഷം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഫിഷ് നമുക്ക് നേരെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് അഥവാ മീൻ ചെറുള്ളി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ചെറുള്ളി മസാല റെഡിയായി നമ്മുടെ മുമ്പിൽ വന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കിട്ടില്ല സ്മെല്ലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ ഫിഷ് പൊള്ളിച്ചില്ല, ഒന്നുമല്ല, അതിനേക്കാളും വേറെ ലെവൽ ഐറ്റമാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പത്തി നമ്മുടെ മസാലയൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റിയ ശേഷം നമ്മുടെ ഫിഷിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുക്കുക. നമ്മളത് കത്തിക്ക് നമ്മുടെ ഫോർക്കിന് കട്ട് ചെയ്ത് നമ്മൾ ചെറിയൊരു പീസ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകമൊക്കെ പക്ക ഒരു രക്ഷയില്ല കേട്ടോ, പക്ക ജ്യൂസിയാണ് അതിൻ്റെ അകം. പക്ഷേ വളരെ ടേസ്റ്റുള്ള ഒരു വേറെ ലെവൽ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും നേരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറുള്ളി മസാല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പികൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ ഒന്ന് ഇടിച്ച് പൊട്ടിച്ച്